നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയുവാൻ നമ്മെ എന്നും പഠിപ്പിച്ചു രാമകഥാസാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. കാലത്തിന്റെ കുത്തൊഴുക്കിൽ എത്രയോ സാമ്രാജ്യങ്ങൾ തകർന്നു വീണു, എത്രയോ ചരിത്ര പുരുഷന്മാർ വിസ്മൃതിയിലാണ്ടു. എന്നാൽ യുഗങ്ങൾ കഴിഞ്ഞിട്ടും ഭാരതീയന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു നാമമുണ്ട്, ശ്രീരാമൻ. രാമായണം കേവലം ഒരു കഥയല്ല, മറിച്ച് നാം എങ്ങനെ ജീവിക്കണം എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു മഹാപുരുഷന്റെ ജീവിത പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകത്തിലെ ഏറ്റവും മികച്ച അധ്യായമാണ് മര്യാദ പുരുഷോത്തമനായ രാമൻ. പ്രിയപ്പെട്ടവരെ, അധികാരമോഹത്തിന്റെ പേരിൽ സഹോദരങ്ങൾ കൊലവിളിയുമായി നടക്കുന്ന ഈ സ്വാർത്ഥതയുടെ ആധുനിക ലോകത്തിരുന്ന് നാം രാമനെ ഒന്ന് നോക്കണം. നാളെ രാജാവാകേണ്ട വ്യക്തിയാണ്. അഭിഷേക കർമ്മങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോഴാണ് പിതാവിന്റെ വാക്കു പാലിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. അവിടെ രാമൻ ഒട്ടും സങ്കടപ്പെട്ടില്ല, കോപിച്ചതുമില്ല. പിതാവിന്റെ വാക്കിനും കടമയ്ക്കും മുന്നിൽ കിരീടവും ചെങ്കോലും ഒരു പുൽക്കൊടി പോലെ ഉപേക്ഷിച്ച രാമൻ ത്യാഗത്തിന്റെ പ്രതീകമാണ്. ത്യാഗത്തിലൂടെ മാത്രമേ അമരത്വം നേടാനാകൂ എന്ന ഉപനിഷത് വാക്യം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാവ്യക്തിയാണ് അദ്ദേഹം. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ധർമ്മത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ് രാമൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ശാന്തനായിരിക്കാൻ സാധിച്ചത്. അധികാര പദവികളുടെ പേരിൽ നെട്ടോട്ടമോടുമ്പോൾ മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഈ ആധുനിക കാലത്തിൽ വനത്തിലെ സാധാരണക്കാരനായ ഗുഹനെ ചേർത്ത് പിടിച്ച് നീ എൻ്റെ 5ാമത്തെ സഹോദരനാണ് എന്ന് പ്രഖ്യാപിച്ച രാമൻ വലിയൊരു സന്ദേശമാണ്. അവിടെ മനുഷ്യ സ്നേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അസ്വമത്വമില്ലായിരുന്നു, പ്രശസ്തിയുടെ അഹങ്കാരമില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ശബരി വളരെ സ്നേഹത്തോടെ നൽകിയ എച്ചിൽ പഴങ്ങൾ അമൃതുപോലെ രാമൻ കഴിച്ചത്. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം? സ്വന്തം ദുഃഖത്തേക്കാൾ പ്രജകളുടെ കണ്ണീരൊപ്പുന്നവനായിരിക്കണം ഭരണാധികാരി എന്ന് രാമൻ തെളിയിച്ചു. അതുകൊണ്ടാണ് ഉത്തമമായ രാജ്യത്തെ നാം രാമരാജ്യം എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവമായതുകൊണ്ടല്ല നാം അദ്ദേഹത്തെ മാതൃകയാക്കേണ്ടത്, മറിച്ച് എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടായിട്ടും ധർമ്മത്തിന്റെ പാതയെ കൈവിടാതെ ജീവിച്ച ഒരു മനുഷ്യനായതുകൊണ്ടാണ്. വിരൽ തുമ്പിൽ ഗൂഗിളും AI-യും മറ്റു സാങ്കേതിക വിദ്യകളും ലോകത്തിനെമ്പാടും അറിവ് പകരുമ്പോൾ നാം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരാൻ രാമായണത്തോളം പോകുന്ന മറ്റൊരു പുസ്തകമില്ല. അധർമ്മത്തിന്റെ 10 തലകളുള്ള ധാരാളം രാവണന്മാരെ കൊല്ലാൻ രാമൻ നമുക്ക് ഒരമ്പ് തന്നിട്ടുണ്ട്. ആ അമ്പിന്റെ പേരാണ് ധർമ്മം. പ്രിയപ്പെട്ടവരെ, വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്ന, മൂല്യച്യുതി സംഭവിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ സഹോദര സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, സത്യസന്ധതയുടെ രാമായണ പാഠങ്ങൾ നാം മനസ്സിലേറ്റേണ്ടതുണ്ട്. രാമന്റെ പാത പിന്തുടർന്ന് ഒരു നല്ല നാളെ പടുത്തുയർത്താനായി നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ശ്രീറാം.